മീനുണ്ടോ അതൊന്ന് നല്ലതുപോലെ ഉപ്പും മഞ്ഞളൊക്കെ പുരട്ടി ഒന്ന് വറുത്തെടുക്കാം. പച്ചമാങ്ങ ഉണ്ടെങ്കിൽ അതിൻ്റെ തൊലി ചെത്തി ഒന്ന് ചതച്ചും കൂടി എടുത്താൽ നമുക്ക് നല്ല അടിപൊളി കറി വെക്കാം. അപ്പോൾ ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പുളി കുറവുള്ള പച്ചമാങ്ങ ആയതുകൊണ്ട് ഞാൻ 2 പച്ചമാങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട്. പുളി കൂടുതലുള്ളതാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയാകും. അതിൻ്റെ തൊലി ചെത്തിയിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ചതച്ചെടുത്താൽ മതിയാകും. കുറച്ചുകൂടി വലിയ കഷ്ണമാണെങ്കിലും കുഴപ്പമില്ല. ഇനി വറുക്കാനുള്ള മീൻ ഉപ്പും മഞ്ഞളും മുളക് പൊടിയും ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ചെറുനാരങ്ങ നീരും ചേർക്കാം. ഞാനിവിടെ അയലയാണ് എടുത്തിരിക്കുന്നത്. ചാള, കണമ്പ്, ദശക്കട്ടയുള്ള മത്സ്യം ഏതാണെങ്കിലും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇനി മാരിനേറ്റ് ചെയ്ത മീൻ കഷ്ണങ്ങൾ നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീൻ ഇടുന്ന സമയത്ത് നല്ല ചൂടായിരിക്കണം. അതിനുശേഷം മീഡിയം ടു ലോ ഹീറ്റിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ മീനെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രേവി തയ്യാറാക്കാം. അതിനുവേണ്ടി കുഴിവെള്ള ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. 2-2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കണം. അതിലേക്ക് കടുക് ചേർത്ത് പൊട്ടിക്കഴിയുമ്പോൾ ഇഞ്ചി പൊടിയായി അരിഞ്ഞതും വേപ്പിലയും എരിവിനാവശ്യമുള്ള പച്ചമുളക് കുറച്ച് വലുതായി കട്ട് ചെയ്തതും ചേർത്ത് നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ വട്ടത്തിലരിഞ്ഞ 1/2 കപ്പോളം ചെറുള്ളി ചേർത്ത് വഴറ്റുക. ചെറുള്ളി ഒന്ന് നിറം മാറി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നാടൻ മുളക് ചതച്ചത് ചേർക്കാം. ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ലോ ഫ്ലെയിമിൽ വഴറ്റി കൊടുത്ത് കുക്ക് ചെയ്യാം. പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന മാങ്ങ ചേർക്കാം. പച്ചമാങ്ങ ചേർത്തിട്ട് മസാലയുമായി നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇതിലേക്ക് 2.5 കപ്പ് തേങ്ങയുടെ 2ാം പാല് ചേർക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് തിളപ്പിക്കുക. അതിനുശേഷം തുറന്ന് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം തേങ്ങയുടെ 1ാം പാല് ചേർക്കാം. ഞാൻ 1.5 കപ്പ് 1ാം പാല് ചേർത്തിട്ടുണ്ട്. ഈ ഗ്രേവിയുടെ തിക്നെസ് നോക്കിയിട്ട് വേണം പാല് ചേർക്കാൻ. ഒത്തിരി നീണ്ടു പോകരുത്, ഒത്തിരി കട്ടിയും ആകരുത്. ഞാൻ 1.5 കപ്പ് 1ാം പാല് മുഴുവനായിട്ടും ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുത്ത് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുക. അതിനുശേഷം വറുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് ഒന്ന് മുക്കിയിടുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കുന്നത് വരെ ലോ ഫ്ലെയിമിൽ സ്പൂൺ കൊണ്ടൊന്ന് അനക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇത് തണുത്തതിന് ശേഷം ഉപയോഗിക്കാം. ഈ കറി ഇരിക്കും തോറുമാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ വറുത്ത മീനും പച്ചമാങ്ങ ചതച്ചതും കൊണ്ടുള്ള അടിപൊളി കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.